തിരുവനങ്ങാടിയിൽ റെക്കോർഡ് ഭൂരിപക്ഷമായിരിക്കും ഇത്തവണ ലഭിക്കാൻ പോകുന്നു. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ മത്സരിക്കുക തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ സാഹചര്യങ്ങൾ, ജനങ്ങളുടെ വിചാരങ്ങൾ UDF-നോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് കോണി ചിഹ്നത്തിൽ വിജയിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CPM-ന്റെ 4 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയായില്ല. ഈ 3 മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയിലാണ്. നമുക്ക് താനൂരുണ്ട്, അവിടുത്തെ വള്ളിക്കുന്ന്, മങ്കട. മങ്കടയിൽ മുസ്ലിം ലീഗിന്റെ ഒരു മുൻ മണ്ഡലം പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നു. അവർക്ക് തന്നെ വള്ളിക്കുന്നിൽ ഷാഫി ചാലിയത്തെ ബന്ധപ്പെട്ടിരുന്നു. അവർക്ക് തന്നെ താനൂരിൽ BKM ഷാഫി ലീഗ് നേതാക്കൾക്ക് വേണ്ട ഡിമാൻഡാണോ സ്ഥാനാർത്ഥിത്വത്തിന്? ഇല്ല, CPM-ന് വേണ്ടി മത്സരിക്കാൻ ജനങ്ങൾ തയ്യാറാകാത്തൊരു കാലഘട്ടം അതാണ് വ്യക്തമാകുന്നത്. CPM-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, അവർക്ക് ആളെ കിട്ടുന്നില്ല എന്നതാണ് അവസ്ഥ. എല്ലാ മുസ്ലിം ലീഗ് നേതാക്കന്മാരെയും വീടുകളിൽ ഇവരുണ്ട്, വരികയാണ്, ഒന്ന് നിന്ന് വരുമോ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത്രമാത്രം രാഷ്ട്രീയമായി അധപതിക്കുകയും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് UDF-നുള്ളത്, LDF-നുള്ളത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, താനൂരിൽ നിന്ന് മന്ത്രി മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറുകയാണ്. പൊതുവെ അവിടെ ഒരു വിജയസാധ്യത ഇല്ലാത്തത് കൊണ്ടാണോ? അതെ, താനൂരിൽ LDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ കാണാനില്ല. അടിയന്തരമായി CBI അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഈ തിരുവങ്ങാടി ചെറിയ പ്രശ്നങ്ങളൊക്കെ അബ്ദുറഹ്മാൻ തനിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഒരു പ്രശ്നമില്ല, ആരുമായി ബന്ധപ്പെട്ടില്ല. തിരുവരങ്ങാടി നിയോജക മണ്ഡലത്തിലെ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനോ കോൺഗ്രസ് പ്രവർത്തകനോ UDF പ്രവർത്തകനോ ഈ സ്ഥാനാർത്ഥിക്ക് വിട്ടുനിൽക്കുന്ന പ്രശ്നമില്ല. ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു പ്രശ്നവും ആരുണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കാൻ ശ്രമിച്ചവരൊക്കെ രാത്രിയിൽ വന്ന് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് കരഞ്ഞു പോയതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.